ഹായ്, ആം നേഫ. ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? മോർണിംഗ് തന്നെ ഞാൻ എൻ്റെ ബെഡ്റൂമിലത്തെ കേർട്ടൺ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ വിൻഡോ ഓപ്പൺ ചെയ്താൽ നല്ല സൺലൈറ്റ് റൂമിലോട്ട് അടിക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെ സൺലൈറ്റ് അടിക്കുമ്പോഴത്തേക്കിൽ ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്താലുള്ളത് എന്ന് പറഞ്ഞാൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഗ്രീൻ ആയിട്ടുള്ളൊരു എന്താ പറയുക, റിവറും പിന്നെ ഗ്രാസൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത്. പിന്നെ ഞാൻ ചായ കുടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മുറ്റത്തോട്ട് ഇറങ്ങിയതാണൊന്ന്. ഇതാർക്കൊക്കെ അറിയാം. പിന്നെ ഞാൻ ചേമ്പിൻ്റെ ഇലയിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ വെള്ളം ഒഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മോർണിംഗ്. ഇങ്ങനെയാണുള്ളത്. സൂര്യനൊക്കെ ഉച്ച വരുന്നേ ഉള്ളൂ. ഞാൻ പല്ലൊക്കെ തുടച്ചിട്ട് ഒന്ന് ഫേസൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ടു ഡു ലിസ്റ്റ് എഴുതുകയാണ്. ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് ഞാൻ ചുമരിലോട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു കാര്യമാണ് ഈ ടു ഡു ലിസ്റ്റ് എഴുതുന്നത്. പിന്നെ വിൻഡോ നോക്കുമ്പോൾ കാണുന്ന ചെറിയൊരു തെങ്ങ്, അതുപോലെ തന്നെ ഗ്രീന് ഗ്രാസ്, അതൊക്കെ ഞാൻ ഇങ്ങനെ വരക്കുകയാണ് കേട്ടോ. ചായയും കുടിച്ചുകൊണ്ട് ഇങ്ങനെ വരക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. രാവിലെ ഈസ്തറ്റിക്കായിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാൻ. ജസ്റ്റ് ഒരു പിക്ചർ എന്നേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു പിക്ചറാണ് വരയ്ക്കുന്നത്. അങ്ങനെ ഞാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല പിക്ചറൊന്നും ആരും വിചാരിക്കേണ്ട. പിന്നെ നമ്മുടെ ചാനൽ ഗീവ് അവേ നടക്കുന്നുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ഇപ്പോൾ നിങ്ങളെന്നെ പണ്ടത്തെ പോലെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് റംബൂട്ടാനാണ്. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് റംബൂട്ടാൻ എന്ന് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ റംബൂട്ടാൻ ഇത്രയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയല്ല, ഇതിനധികം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കഴിച്ചു. പിന്നെ ഒന്ന് ടൗണിലോട്ട് പോകാനുണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ ചെറിയൊരു ഷോപ്പിംഗ് പരിപാടികളുണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ ബ്രദറിന് ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. ബ്രദറിനും പപ്പക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റോഡിലിങ്ങനെ വണ്ടി വന്ന് നോക്കുകയാണ്. പിന്നെ എനിക്കും ഉമ്മക്കും ഡ്രസ്സ് എടുക്കാൻ ട്രെൻഡ്സിലോട്ടായിരുന്നു പോയത്. ട്രെൻഡ്സിലാണെങ്കിൽ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു നൈറ്റ് ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ നിന്ന് വെച്ചാൽ ഈ ഒരു പെഗ് ബോർഡ് പോലത്തെ സംഭവത്തിൽ കുറേ നെയിൽ പോളിഷും മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാഗ് കണ്ടോ, ഓറഞ്ചിൻ ഡിസൈനിൽ നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ഇതെന്ന് വെച്ചാൽ ഡ്രസ്സ് ഞാനിങ്ങനെ ഓരോന്നോ നോക്കാമായിരുന്നു, ബട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഉമ്മക്കൊരു ഡ്രസ്സ് വാങ്ങിയിട്ട് നമ്മൾ വന്നു. പിന്നെ ദേൽപൂരി സെൽപൂരിയൊക്കെ കഴിക്കുകയാണ്. പാനിപൂരിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ ഒരു ഹോട്ടലുണ്ട്. ഇത് ഇന്നലെ ഇട്ട വീഡിയോ ആണ്, അവക്കാഡോയുടെ വീഡിയോ. അപ്പോൾ അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്, പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചോക്കോബാറും കഴിച്ചു മുറ്റത്തോട്ട് ഇറങ്ങി. ഈ ഒരു സംഭവം അറിയോ, ഇതിനിവിടെ പാമ്പെന്നാണ് പറയാറ്. ഇതിനും ഇങ്ങനെ പൊട്ടിക്കുമായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാൻ മാഗി ഉണ്ടാക്കുമായിരുന്നു. ഇൻഡോമിയുടെ മാഗി ഉണ്ടാക്കിയിട്ട് ലേസത്തിക്ക് വൈബിൽ ഡ്രാമയും കണ്ട് കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ സ്ലൈമിലൊന്ന് കാമാവാൻ വേണ്ടിയിട്ട് സ്ലൈം എടുത്ത് സ്ലൈമിലൊന്ന് കളിക്കുകയാണ്. ഈ സ്ലൈം എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്, പെട്ടെന്ന് കേടാകുന്നൊരു സംഭവമാണ് സ്ലൈം. ഞാൻ ഇതിനിങ്ങനെ വലിച്ച് നീട്ടിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ഇത് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണ് ഇതിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ. അപ്പോൾ ഞാൻ അതേപോലെ കളിച്ച് അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ജൂലൈ 18 എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ പഠിക്കാനും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നോട്ട്സൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഞാനിങ്ങനെ നോട്ട്സ് അങ്ങനെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളല്ല. ഒന്നിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നൊരു ടൈപ്പ് ആളാണ് ഞാൻ. എന്നെപ്പോലെ എത്ര പേരുണ്ടെന്ന് അറിയില്ല. എന്നെപ്പോലെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ ഞാൻ നോട്ട്സൊക്കെ എഴുതുകയാണ്. എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പഠിക്കാനും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പരിപാടികളാണ് ഞാനിങ്ങനെ ചെയ്യാറ്. പിന്നെ നൈറ്റ് നമ്മളൊന്ന് ഒരു നൈറ്റ് ട്രിപ്പ് പോലെ ഒന്ന് പോയതാണ്. തക്കാശിയിലോട്ടായിരുന്നു പോയത്. രാത്രിയിലത്തെ ഡിന്നർ ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മളവിടെ പോയിട്ട് കൈയൊക്കെ വാഷ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒരു മിറർ പിക്ക് എടുത്തു. ടിഷ്യൂ പേപ്പറിൽ കൈയൊക്കെ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ മെനു കാർഡിൽ എന്ത് വേണം നോക്കിയപ്പോൾ ഇവിടുത്തെ മെയിൻ ഐറ്റമാണ് ഷവായ. അങ്ങനെ ഞങ്ങൾ ഷവായ ആയിരുന്നു ഓർഡർ ചെയ്തത്. ഷവായയും പൊറോട്ടയും. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്ത് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. പിന്നെ ഞാൻ കിടക്കാൻ പോകുമ്പോഴത്തേക്കിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസാണ്. ഫസ്റ്റ് തന്നെ ചെറിയൊരു സ്കിൻ കെയർ ചെയ്യും കേട്ടോ രാത്രി. അപ്പം എന്തോ ഇല്ല, ചെറിയൊരു സ്കിൻ കെയർ എന്ന് വെച്ചാൽ ഒരു ഫേസ് വാഷ് ഇട്ട് ഫസ്റ്റ് തന്നെ ഫേസ് ഭയങ്കര ക്ലീൻ ചെയ്യും. എന്നിട്ട് പല്ലൊക്കെ തുടക്കും. പല്ലെടുക്കുന്നത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ മുഖം ഒന്ന് വാഷ് ചെയ്തെടുക്കും. വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ലിപ് ബാമും പിന്നെ പോൺസിൻ്റെ മോയ്സ്ചറൈസറും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. എൻ്റെ ലിപ് ബാം കാണുന്നില്ല, എവിടെ പോയി? അതങ്ങനെയാണല്ലോ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒന്നും കിട്ടത്തില്ല. പിന്നെ ഞാൻ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യാത്തതും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാലും ഞാൻ കുറച്ചും കൂടി ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് എൻ്റെ വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യണം.